Hi friends, welcome back to our channel. 5ാം ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് ഗണിതം എക്സാം ആണ്, ആനുവൽ എക്സാം ആണ്. അപ്പോൾ അതിന്റെ സമഗ്ര മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1. 1 സെന്റിമീറ്റർ വശമുള്ള ഏതാനും സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പൊ എന്താണ്, താഴെ കുറച്ച് സമചതുരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 സെന്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താം? അപ്പൊ എന്താണ്, ബാക്കി എത്ര സമചതുരങ്ങൾ നമുക്ക് നിരത്താനായിട്ട് സാധിക്കും? അപ്പൊ എന്താണ്, നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഈ വരിയിലാണെങ്കിൽ 1, 2, 3, 4 ഇതിങ്ങനെ അങ്ങനെ വരച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ വരച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 4 ചതുരങ്ങൾ നമുക്ക് വരക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ എത്ര എണ്ണം പറ്റി നോക്കി നോക്കാം. ഇതിങ്ങനെ വരക്കാം. ഓക്കെ, അപ്പൊ എത്രയാ? 1, 2, 3, 4, 5. ഈ ഭാഗത്ത് എത്രയാണ്? 5 എണ്ണം വരക്കാം. അപ്പൊ ഇതില് ടോട്ടൽ എത്ര എണ്ണം പറ്റും? 4 × 5 എത്രയാ? 20. അപ്പൊ 20 എണ്ണം, 20 സമചതുരങ്ങൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരക്കാനായിട്ട് സാധിക്കും. ഇതൊന്നെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാ പോയിന്റ്സും ഇങ്ങനെ ഓക്കെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് എണ്ണി നോക്കിയാൽ മതി. അപ്പൊ എണ്ണി നോക്കിയാലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പൊ അങ്ങനെ എണ്ണി നോക്കിയാൽ നമുക്ക് ഈ 20 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ചതുരത്തിന്റെ പരപ്പളവ് എത്ര? അപ്പൊ പരപ്പളവ് എത്രയായിരിക്കും? ഇതിന്റെ പരപ്പളവ് ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ. അപ്പൊ പരപ്പളവ് എത്രയായിരിക്കും? 4 × 5 20 ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്ര? ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? 4 സെന്റിമീറ്ററും അതുപോലെ 5 സെന്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചതുരത്തിന്റെ ചുറ്റളവ് എന്ത്? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതാണല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്തും, അതായത് ഈ സൈഡും കൂടി പ്ലസ് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് അത് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 4 + 5. 4 + 5 അല്ലേ? ഓക്കെ, അപ്പൊ 4 + 5 ചെയ്താൽ 9 കിട്ടും. 9 × 2 18. അപ്പൊ 18 സെന്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2. 3624 എന്ന സംഖ്യയെ ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കണ്ടുപിടിക്കുക. അപ്പൊ അത് കൂട്ടുകാർ ചെയ്ത് നോക്കാം. ഈ 3624 ഈ താഴെ പറഞ്ഞിരിക്കുന്ന സംഖ്യകൾ വെച്ച് ഹരിച്ചു നോക്കുക. അപ്പൊ 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? അപ്പൊ അത് ചെയ്ത് നോക്കുക. ആൻസർ ഇവിടെ ഡിസ്കസ് ചെയ്യാം. 10 കൊണ്ട് ഹരിച്ച 4 ആണ് നമുക്ക് കിട്ടുക. then 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര കിട്ടും? അങ്ങനെ 5 കൊണ്ട്, 2 കൊണ്ട്, 4 കൊണ്ട്, 100 കൊണ്ടൊക്കെ ഹരിച്ചാല് എന്താ കിട്ടാന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് ഇവിടെ എഴുതിടാം. 5 കൊണ്ട് ഹരിച്ച 4 ആണ് കിട്ടുക. then സി ക്വസ്റ്റ്യൻ, 2 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 0 ആണ് കിട്ടുക. then 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര കിട്ടും? മിച്ചം 0 കിട്ടും. then 100 കൊണ്ടായാല് മിച്ചം 24. അപ്പൊ ഈ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടോന്ന് ഡിവൈഡ് ചെയ്തിട്ട് നോക്കി നോക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3. പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററും
ചുറ്റളവ് 14 സെന്റിമീറ്ററും ആയ ചതുരം വരയ്ക്കുക. അപ്പൊ അത് വരയ്ക്കാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പരപ്പളവ് എത്ര കിട്ടണം? പരപ്പളവ് 14 കിട്ടണം, ചുറ്റളവ് 14 കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്ത് വരക്കണം? അങ്ങനെയുള്ള ഒരു ചതുരം വരയ്ക്കാനാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഒരു ചതുരം 4 3 വെച്ച് വരച്ചാല് എത്രയാ? 2 × 4 2 × 4 + 3 4 + 3 കഴിഞ്ഞാൽ 7 ആണ്. 7 × 2 14. ചുറ്റളവ് 14 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 × 3 എത്ര കിട്ടും? 12 കിട്ടും. പരപ്പളവിന്റെ ഇക്വേഷൻ ആണ് L × B, അതായത് ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്യുക. മറ്റ് ചുറ്റളവിന്റെ ഇക്വേഷൻ 2 × L + B എന്നാണ്. നമുക്കിത് വേറെ മെത്തേഡിലും ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 2 × L + B ആണ് എന്തെന്ന് പറയുന്നത്? 2 × L + B എന്ന് പറയുന്നതാണ് നമ്മുടെ ചുറ്റളവായിട്ടുള്ള 14 അല്ലെ? അപ്പൊ L + B എത്രയായിരിക്കും? 14/2 ആയിട്ടുള്ള 7 ആയിരിക്കും. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും. ഇപ്പൊ നമുക്ക് മനസ്സിലായി. ലെങ്ത് + ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് 7 കിട്ടണം. അതുപോലെ ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് 12 കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടുന്ന സംഖ്യകളാണ് ഏത്? 4 + 3 ചെയ്താൽ നമുക്ക് 7 കിട്ടും. 4 × 3 ചെയ്താൽ നമുക്ക് 12 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം 4 ആണ്. 125 × 8 എന്ന് പറയുന്നത് 1000 ആയാൽ 125 × 24 എത്ര വരും? 125 × 8 ആണ്. 125 × 8 ആണ്. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 125 × 8 ആണ് 1000. അങ്ങനെയാണെങ്കിൽ 125 × 24. നമുക്ക് 24നെ എങ്ങനെ എഴുതാം? 125 × 8 × 3 ചെയ്താൽ നമുക്ക് 24 കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു ചെയ്തിട്ടുള്ള ഈ 3 1000ന്റെ കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇതൊക്കെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3000. അപ്പൊ ആൻസർ എത്രയാണ് കൂട്ടുകാരെ? അപ്പൊ ഇതിന്റെ എത്ര കിട്ടും? 3000 ആണ് കിട്ടുക. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതാണ് സിമ്പിൾ മെത്തേഡ്. അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇൻറ്റു ചെയ്യാം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ 900 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 300 ആയാൽ 900 ഹരിക്കണം 15 എത്ര? 900 ഹരിക്കണം 3 ആണ് എത്ര? 300. അങ്ങനെയാണെങ്കിൽ 900 ഹരിക്കണം 15 എത്രയായിരിക്കും? അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 300 ഡിവൈഡഡ് ബൈ 5 കിട്ടും. അപ്പൊ ഇത് ചെയ്ത് നോക്കിയാൽ ആൻസർ എത്ര കിട്ടും? 60 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെയാക്കാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 900നെ നമ്മള് 15 കൊണ്ട് 90 ബിസ്ക്കറ്റ് ആണ്. 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെയാകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം? അപ്പൊ ഇതെന്ത് ചെയ്യാ? ഇത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? നമുക്ക് 6 ആണ് കിട്ടുക. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ 6 കിട്ടും. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.